ഇഹ്ളറുൽ മിമ്പർ, നിങ്ങൾ മിമ്പറിലേക്ക് വന്നാലുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ക്ഷണിച്ചു. ഫഹദർനാ, അങ്ങനെ ഞങ്ങൾ മദീനയുടെ മസ്ജിദിന്റെ മിമ്പറിൽ ഹാജരായി. ആ മിമ്പറിന്റെ പരിസരത്ത് ഞങ്ങൾ ഹാജരായി. മാ ബൈന ബൈതി വ മിമ്പറി റൗദത്തും മിൻ റാദിൽ ജന്ന, എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥാനം സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാണ്. എന്റെ മിമ്പറിനും എന്റെ വീടിനും ഇടയിലുള്ള സ്ഥാനം സ്വർഗത്തിലെ ഉദ്യാനങ്ങളിൽപ്പെട്ട ഒരു ഉദ്യാനമാണ്. വമിമ്പറി അലാ ഹൗലി, എന്റെ മിമ്പറാകട്ടെ നാളെ നിങ്ങൾക്ക് ദാഹത്തിന് വേണ്ടി, ദാഹശമനത്തിന് വേണ്ടി ഞാൻ കോരിത്തരുന്ന ഹൗലുൽ കൗസറിലെ മനോഹരമായ രുചികരമായ പാനീയം നിങ്ങൾക്ക് വിളമ്പിത്തരുന്ന ആ ഹൗലിന്റെ മീതയാണ് എന്റെ മിമ്പർ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസിന്റെ റിവായത്ത് പ്രകാരം മദീനയുടെ മസ്ജിദിന്റെ മിമ്പർ ഹൗലുൽ കൗസറിന്റെ മീതയാണെന്ന സത്യം നുകരുമ്പോൾ എത്രമാത്രം ആനന്ദമാണ് മദീന, എത്രമാത്രം ആഹ്ലാദകരമാണ് മദീന. വമിമ്പറി അലാ ഹൗലി, എന്റെ മസ്ജിദിലെ എന്റെ മിമ്പർ എന്റെ ഹൗലിന്റെ മീതയാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിമ്പറിന്റെ പരിസരത്ത് ഞങ്ങളോട് സമ്മേളിക്കാൻ ദൈവദൂതർ ആവശ്യപ്പെട്ടു. ഫഹദർനാ, ഞങ്ങൾ ആ മിമ്പറിന്റെ പരിസരത്ത് തടിച്ചുകൂടി. സദ്വൃത്തരായ സഹാബികൾ, സത്യസന്ധരായ സഹാബികൾ, സത്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത സഹാബികൾ, ലോകത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചം പരത്തിയ സഹാബികൾ, നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിച്ച സഹാബികൾ, ആ സഹാബത്ത് അവിടുത്തെ ഒരു വാക്ക് ഉരിയാടുന്നത് കേൾക്കാൻ, ആ കൽപ്പന ശിരസാവഹിക്കാൻ കാത്തുനിന്ന സഹാബത്ത്. ഞങ്ങൾ മിമ്പറിന്റെ അടുത്തെത്തിയപ്പോൾ ഫലമ്മർതഖദ്ദറജ, ഒന്നാമത്തെ മിമ്പറിന്റെ പടവിൽ അവിടുന്ന് ചവിട്ടി. ഖാല ആമീൻ, അപ്പോഴേക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ചൊല്ലി. സുമ്മർതഖദ്ദറജത الثانിയ, പിന്നെ മിമ്പറിന്റെ രണ്ടാമത്തെ പടവിൽ പുണ്യ റസൂൽ തന്റെ കാല് വെച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജിന്റെ രാവിൽ ആകാശഗോളങ്ങൾക്കപ്പുറത്തേക്ക് പാറിപ്പറന്നു പോയ സിദ്റത്തുൽ മുന്തഹ മരത്തിന്റെ അടുക്കലെത്തിയപ്പോൾ ജിബ്രീൽ പോലും നിന്ന് അത്ഭുതപ്പെട്ട് നോക്കി നിന്നുപോയി. ഖുദാ ജാനേ മഖാമെ മുസ്തഫ ക്യാ ഹേ, മുസ്തഫാന്റെ സ്ഥാനം എന്തെന്നറിയുന്നവൻ അല്ലാഹു മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീലിന് കടന്നു പോകാൻ കഴിയാത്ത ദിക്കിലേക്ക് പറന്നുപോയ പാദങ്ങൾ, ആ പാദങ്ങൾ മദീനയുടെ മിമ്പറിന്റെ രണ്ടാമത്തെ പടവിൽ വെച്ചപ്പോഴും ഫഖാല ആമീൻ, അപ്പോഴും അവിടുന്ന് ആമീൻ ചൊല്ലി. സുമ്മർതഖദ്ദറജത الثالث, പിന്നെ മൂന്നാമത്തെ പടവിലേക്ക് അവിടുത്തെ പുണ്യമാക്കപ്പെട്ട പാദം അവിടുന്ന് ഊന്നി വെച്ചപ്പോഴും ഫഖാല ആമീൻ, അപ്പോഴും അവിടുന്ന് ആമീൻ ചൊല്ലി. ഫലമ്മാ ഫരിഗ, ആ കൃത്യത്തിൽ നിന്ന് വിരമിച്ചപ്പോഴോ നസലാനിൽ മിമ്പർ, അവിടുന്ന് മിമ്പറിൽ നിന്നിറങ്ങി. ഫഖുൽനാ ലഹു, അപ്പോൾ ഞങ്ങൾ അവിടുത്തോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയുള്ള വാക്കുകൾ മദീനയിലേക്കുള്ള പാത എന്ന ഈ മഹാസംഭവത്തിന്റെ, ഈ മഹാസമ്മേളനത്തിന്റെ, ഈ മഹാസംരംഭത്തിന്റെ, ഈ മഹാസദസ്സിന്റെ സന്ദേശമാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സമിഅനാ മിങ്കൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉ, ഞങ്ങൾ ഇത്രത്തോളം കാലം കേൾക്കാത്ത ഒരു വിഷയമാണല്ലോ കേട്ടത്. ഒറ്റക്ക് മിമ്പറിൽ കയറുന്നതും ഒറ്റക്ക് ആമീൻ ചൊല്ലുന്നതും ഒരു ദുആക്കാണ് ആമീൻ ചൊല്ലേണ്ടത്. എന്നാൽ ഇവിടെ ഇതാ ആരും ദുആ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല, ആരും ഒന്നും പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. അങ്ങ് ഒറ്റക്ക് മിമ്പറിൽ കയറി, അങ്ങ് ഒറ്റക്ക് ആമീൻ ചൊല്ലി. സമിഅനാ മിങ്കൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉ, ഇത്രയും കാലം കേൾക്കാത്ത ഒന്ന് കേട്ടല്ലോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്ന ജിബ്രീല അറളലി, ജിബ്രീലാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്, ജിബ്രീലാണ് എന്നെ മിമ്പറിൽ കയറ്റിയത്. ഇന്നും മദീനയിലെ മസ്ജിദിലൂടെ നടന്നു പോകുമ്പോ
അത്ഭുതങ്ങൾ കണ്ടു നീങ്ങുമ്പോ ലോകത്തിലെ ഇന്ന് നിലനിൽക്കുന്ന അപൂർവം മനോഹരമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് മദീനയിലെ മസ്ജിദുൻ നബവി. നാളെ ഖിയാമത്തിന്റെ സമയത്ത് ദജ്ജാൽ വന്നുകൊണ്ട് ലോകത്ത് കുഴപ്പം വിതക്കുമ്പോൾ അവൻ എന്റെ മദീനയുടെ ഹറമിന്റെ അതിർത്തിയിലും എത്തുമെന്ന് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിലെ മസ്ജിദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ദജ്ജാൽ എന്റെ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കും, ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം? ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരമെന്ന് ദജ്ജാൽ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ചോദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ, ഈ തപ്പനയുടെ വെറും തണ്ട് തൂണാക്കി നിർത്തിയ കെട്ടിമേഞ്ഞ ഒരു മസ്ജിദിൽ ഇരുന്നു കൊണ്ടാണ് 1500 കൊല്ലത്തിനു മുമ്പത്തേക്ക് നോക്കാനും എല്ലാ ദിക്കിലേക്ക് കാണാനും ഒരു കണ്ണ് അല്ലാഹു നൽകിയ അവന്റെ വിശുദ്ധ റസൂൽ സംസാരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സത്യസന്ധതയ്ക്ക് എത്രമാത്രം ദൃഷ്ടാന്തങ്ങളാണ്, അവിടുത്തെ സത്യവൽക്കരണത്തിന് എത്രമാത്രം പ്രമാണങ്ങളാണ്. ആർക്ക് ധൈര്യമുണ്ടാകും ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ, ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കി നിർത്തിയ, മഴ പെയ്താൽ ഞങ്ങളുടെ മസ്ജിദ് ചോർന്നൊലിക്കുമായിരുന്നുവെന്ന് സഹാബത്ത് രേഖപ്പെടുത്തിയ മസ്ജിദിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ പ്രവാചക തിരുമേനി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ദജ്ജാൽ ചോദിക്കും, ആരുടേതാണ് ഈ വൈറ്റ് പാലസ്? ആരുടേതാണ് ഈ ഖസ്റുൽ അബിയദ്? ആരുടേതാണ് ഈ വെള്ളക്കൊട്ടാരം എന്ന് ദജ്ജാൽ എന്റെ മസ്ജിദിനെ നോക്കി ചോദിക്കുമെന്ന് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലങ്ങൾ കഴിഞ്ഞാൽ തന്റെ മസ്ജിദ് ഒരു കൊട്ടാരമായി മാറുമെന്ന്, അതിന്റെ നിർമ്മാണത്തിന് ലക്ഷോപലക്ഷം ഡോളർ ചെലവഴിക്കപ്പെടുമെന്ന്, അതിന് AC നിർവഹിക്കപ്പെടാൻ കിലോമീറ്ററുകൾക്കപ്പുറത്ത് എയർ കണ്ടീഷൻ പ്ലാന്റ് നിർമ്മിക്കപ്പെടുമെന്ന്, അതിനകത്തൊരൊന്നാന്തരം ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിക്കുമെന്ന്, അതിന്റെ ചോട്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങൾ നിർമ്മിക്കപ്പെടുമെന്ന്, അതിന്റെ മിനാരങ്ങൾ മാനം മുട്ടി നിലകൊള്ളുമെന്ന്, അതിന്റെ പച്ച കുബ്ബ കണ്ടിട്ട് ലോകത്ത് ലക്ഷോപലക്ഷം കണ്ണുനീര് പൊഴിക്കുമെന്ന് 1500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ദീർഘദർശനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മസ്ജിദിന്റെ മിമ്പറിന്റെ ഇടയിലും എന്റെ വീടിന്റെ ഇടയിലുമുള്ള സ്ഥലം സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമാണ്. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവനും ദൂരെയായി പോകട്ടെ എന്ന് ജിബ്രീൽ മൊഴിഞ്ഞപ്പോൾ ഞാൻ ആമീൻ ചൊല്ലി. അതിനാണ് മദീനയിലേക്കുള്ള പാത. ഇവിടെ വെച്ച് മാത്രമല്ല, പിന്നീട് വർഷങ്ങളിലൂടെ ഈ ശബ്ദം കേട്ട എത്രയെത്രയോ ആളുകൾ ആധുനിക യന്ത്ര സാമഗ്രികളുടെ സൗകര്യത്തോടെ ഈ ശബ്ദം ശ്രവിക്കാൻ അവസരമുണ്ടായ എത്രയെത്രയോ സഹോദര സഹോദരിമാർ, എത്ര ലക്ഷോപലക്ഷം സ്വലാത്തുകളാണ് ഈ പരിപാടിയുടെ പ്രചോദനത്താൽ അള്ളാഹുവിന്റെ അനർഘമായ അനുഗ്രഹത്താൽ ചൊല്ലി തീർത്തതെങ്കിൽ ആ സ്വലാത്തുകൾ മുഴുവൻ ഈ ഹദീസിന്റെ സാക്ഷാത്കാരമാണ്. ഫഖുൽതു ലഹു ആമീൻ. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവന്റെ നേരെ അവൻ അകന്നു പോകട്ടെ എന്ന് ജിബ്രീൽ എപ്പോഴും നബിയെ, അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതിരിക്കുന്നവൻ അകലെയായി പോകട്ടെ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആമീൻ ചൊല്ലി എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നമ്മുടെ നിഷ്ഠയാണ്, മോഹമാണ് ഈ സദസ്സിൽ സ്വലാത്ത് മൊഴിയാത്തവൻ ഉണ്ടാകരുതേ. ഇവിടെ അങ്ങനെ ചുണ്ടുച്ചരിക്കാത്തവനും ചലിക്കാത്തവനും ഉപനാകരുതേ. മൂന്നാമത്തെ പടവിൽ ഞാൻ പാദമൂന്നിയപ്പോൾ ഖാല ജിബ്രീൽ പറഞ്ഞു, ബഅദമൻ അദ്റക അബവൈഹിൽ കിബറു ഔ അഹദഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. പ്രായമെത്തിയ മാതാപിതാക്കളെ അവഗണിച്ച് അവരെ പരിപാലിക്കാത്തതിന്റെ പേരിൽ നാളെ പരലോകത്ത് സ്വർഗപ്രവേശം നിഷേധിക്കപ്പെടുന്ന മക്കളായ സന്താനങ്ങൾ അവർ അകലെയായി പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ആമീൻ ചൊല്ലി. 1500 വർഷങ്ങൾക്ക് മുമ്പ് വൃദ്ധസദനങ്ങൾക്കെതിരെയുള്ള താക്കീതാണ്. ഒരു ചാരുക്കസേരയിട്ട് കാരണവരെ കോലായിൽ ഇരുത്തിയിരുന്ന
പ്രത്യേക നാടാണ് കേരളം. കേരളീയ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, കോലായിൽ കസേരയിട്ടിരിക്കുന്ന ഒരു കാരണവർ, കുഞ്ഞുമക്കളെ സ്നേഹിച്ചു പരിപാലിക്കുന്ന കുടുംബത്തലവനായ ഒരു കാരണവർ. ആ കേരളത്തിലാണ് ഗ്രാമങ്ങൾ തോറും വൃദ്ധസദനങ്ങൾ. പ്രായമെത്തിയ മാതാപിതാക്കൾക്ക് സ്ഥാനം നിഷേധിച്ച് അവരെ ബഹിഷ്കരിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ യാന്ത്രികതയുടെ മുമ്പിൽ കാശ് കൊണ്ടുവരാത്തതും പണം ഉണ്ടാക്കാത്തതും ഒക്കെ തിരസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. എന്തിനാണോ പണം കൊണ്ടുവരാൻ സാധിക്കുക അതിന് മാത്രം വിലയുണ്ടെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. കുട്ടികളേത് വിദ്യാഭ്യാസം ചെയ്യണമെന്ന് ചോദിച്ചാൽ കാശുണ്ടാക്കുന്ന കോഴ്സിന് മാത്രം ചേരണമെന്നിപ്പിക്കുന്ന ആധുനിക സമൂഹം. ബ്രെഡ് കൊണ്ടുവരാത്ത, അപ്പം കൊണ്ടുവരാത്ത വിവരങ്ങളും വിജ്ഞാനങ്ങളും തള്ളിക്കളയണമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക സമൂഹം. പാവം വൃദ്ധരായ അച്ഛനമ്മമാർക്ക്, മാതാപിതാക്കൾക്ക്, ഉമ്മവാപ്പമാർക്ക് കാശ് കൊണ്ടുവരാൻ സാധിക്കില്ല, അധ്വാനിച്ച് കാശുണ്ടാക്കി തരാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് കുടുംബത്തിൽ സ്ഥാനമില്ല. വല്ല മന്ദിരത്തിലും പോയി കഴിഞ്ഞുകൊള്ളട്ടെ, സാധിക്കുമെങ്കിൽ മാസാന്തം ചെലവിന് കൊടുക്കാമെന്ന് പറയുന്ന ആധുനിക സമൂഹം. ഈ ആധുനിക സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് നാം ആലോചിച്ചു പോകുന്നത്. മനുഷ്യനെ മാനിച്ചുകൊണ്ട് അതിനുള്ള ഉന്നതമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന മതവിശ്വാസത്തിലേക്ക്, മതത്തിന്റെ മൗലിക നന്മകളിലേക്ക്, യഥാർത്ഥമായ മതം പഠിപ്പിക്കുന്നതായ തത്വങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അതിനുള്ള പ്രതിജ്ഞ ഏറ്റവും കൂടുതൽ പുതുക്കേണ്ട സന്ദർഭമാണിത്. കച്ചവട കണ്ണ് മാത്രമുള്ള ഈ ലോകത്ത് പക്ഷേ നിർഭാഗ്യവശാൽ മതം പോലും ഹൈജാക്ക് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, ക്രൂരതയ്ക്ക് വേണ്ടി മതത്തെ ഉപകരണമാക്കുന്ന ഈ കാലഘട്ടത്തിൽ, മതത്തിന്റെ ദുരുപയോഗത്തിനെതിരെ അതാത് മതത്തിന്റെ വിശ്വാസികൾ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ, മതത്തിന്റെ ഉന്നതമായ വേദങ്ങളും അതിന്റെ മന്ത്രങ്ങളും അതിന്റെ ഉന്നതമായ തത്വങ്ങളും മതഗ്രന്ഥങ്ങളിലെ വരികളും ക്രൂരന്മാരായിട്ടുള്ള രാക്ഷസീയമായി പ്രവർത്തിക്കുന്ന ആളുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ, കയറൂരിവിട്ട ബുദ്ധി ഹൃദയത്തെ തിരസ്കരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഭൗതികമായ ലോപപരതയുടെ ഇടയിൽ പെണ്ണിന്റെ സ്ഥാനം പരസ്യപ്പലകയിൽ മാത്രം ഒതുക്കിയ ആധുനിക സമൂഹത്തിൽ, പെണ്ണിന്റെ സ്ഥാനം പരസ്യത്തിന് വേണ്ടി പോസ് ചെയ്യുന്ന സ്ഥാനം മാത്രമെന്ന് വിധിച്ച ഈ കാലഘട്ടത്തിൽ എല്ലാ വ്യവസായങ്ങളിലും വെച്ച് ഏറ്റവും ലാഭകരമായ വ്യവസായം മിലിറ്ററി ക്യാമ്പുകളാണെന്ന് പഠിപ്പിച്ച ആധുനിക സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ മധ്യത്തിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾ, ആളെ കൊല്ലുന്ന സൈനിക താവളങ്ങൾ ലോകമെങ്ങും തുറക്കുന്ന ഈ കാലഘട്ടത്തിൽ, സൈനിക വ്യവസായം ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സംസ്കാരങ്ങളുടെ സംഘട്ടനത്തെക്കുറിച്ച് പാശ്ചാത്യരുടെ തിയറികൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ആഗോളവൽക്കരണം, സാമ്രാജ്യത്വം ഓമന പേരുകളിലൂടെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറി അവനെ അപമാനിക്കുന്ന ഭരണാധികാരികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, പാവപ്പെട്ടവന്റെ കുപ്പായം കീറി അവന്റെ നെഞ്ചത്ത് ചവിട്ടുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ, റോമാ സംസ്കാരവും റോമാ സാമ്രാജ്യവും ഇന്ന് തോറ്റെങ്കിൽ നാളെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച പരിശുദ്ധ ഖുർആൻ, വലിയ സാമ്രാജ്യത്വങ്ങളെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉന്നതരായ സഹാബികൾക്ക് പ്രദാനം ചെയ്ത വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ ഉന്നതമായ ചര്യയിലും ചിട്ടയിലും നിന്നുകൊണ്ട് നാം ലോകത്തെമ്പാടുമുള്ള മനുഷ്യ മക്കളെ ഓർത്തുകൊണ്ട് ഇവിടെ നിലകൊള്ളുകയാണ്.